തിരുവനന്തപുരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. സാധാരണക്കാരല്ല കേട്ടോ, ഒരു ഒന്നൊന്നരക്കാരന്, സിനിമാ താരമല്ല. പക്ഷേ അക്കൗണ്ട് ജനറൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയത്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറായ രാജസ്ഥാൻ സ്വദേശി ജതിനാണ് പിടിയിലായത്. വാടക വീടിന്റെ ടെറസിലായിരുന്നു ജതിന്റെ കൃഷി. നമുക്ക് ഇത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള NDPS കേസുകൾ കണ്ടെടുക്കുന്നതിനായിട്ടുള്ള ഒരു പട്രോളിംഗ് ആയിരുന്നു. ആ പട്രോളിങ്ങിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷനിൽ ഈ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്നു എന്നുള്ളതായിരുന്നു ഇൻഫർമേഷൻ. അതിൻ്റെ ബേസിൽ ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഈ സ്ഥലത്ത് ഈ ടെറസിൻ്റെ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ 5 കഞ്ചാവ് ചെടികൾ, വ്യത്യസ്ത അളവുകളിലുള്ള നീളത്തിലുള്ള 5 കഞ്ചാവ് ചെടികൾ പ്രത്യേകം ചട്ടിയിലാക്കി തന്നെ അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനു വേണ്ടി പ്രത്യേകം മണ്ണ് സംഭരിച്ച് വെച്ച് വളർത്തുന്ന രീതിയിലാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ജിതിൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരാളിനെയാണ് നമ്മൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ ബാക്കി ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ ഇപ്പോൾ 3 പേര് താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ വാടക എഗ്രിമെന്റ് എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജിതിന്റെ പേരിലാണ്. ഇതിനെ ചോദ്യം ചെയ്തതിൽ അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളാണ് ഇപ്പോൾ പ്രസാദ് ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം അഷിൻ ഡിയാഗോ ഉണ്ട് തത്സമയം. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. നമ്മളൊക്കെ തുളസിയും പിച്ചിയും മുല്ലയും ഒക്കെ നടുന്ന, റോസാപ്പൂവും ഒക്കെ നടുന്നിടത്താണ് ജിതിൻ എന്ന ഓഡിറ്റ് ഓഫീസർ കഞ്ചാവ് നട്ടത്. 5 കഞ്ചാവ് ചെടികളാണ് വീടിൻ്റെ ടെറസിൽ നട്ടത്. അതും വാടക വീട്ടിലാണ് ഈ വിദ്വാൻ ടെറസിൽ കഞ്ചാവ് തടി നടാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്തായാലും കസ്റ്റംസ് പറയുന്നത്, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്, മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കഞ്ചാവ് ചെടി നട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുന്നത്. വകുപ്പ് തല നടപടി ഉണ്ടാകുമല്ലോ അല്ലേ? അരുൺ, തീർച്ചയായും ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ വീടിന് മുകളിൽ കഞ്ചാവ് കൃഷി നടത്തി രാവിലെ വൈകുന്നേരം ഒക്കെ വെള്ളമൊഴിച്ച് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരാളെ കുറിച്ച്. നല്ലവനായ ഉണ്ണി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഏകദേശം സമാനമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ജിതിൻ നടത്തിയിരുന്നത്. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിലാണ് ജിതിൻ 11 മാസം മുമ്പ് താമസം ആരംഭിച്ചത്. 3 സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. പക്ഷേ ഇവർക്കെതിരെ നേരത്തെയും പല പരാതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് വരെ ഏതാണ്ട് 7:30യോടുകൂടിയാണ് ഇവിടെ എക്സൈസ് സംഘം എത്തി പരിശോധന നടത്തുന്നത്. അതിനുശേഷം 9 മണിയോടുകൂടി തന്നെ ഇവിടെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി എക്സൈസ് സംഘം എല്ലാം ഇവിടുന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മുകളിലുള്ള ടെറസിലാണ് ഈ കഞ്ചാവ് കൃഷി നടന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധയൊക്കെ നൽകി വളമൊക്കെ എത്തിച്ച്, പ്രത്യേക മണ്ണൊക്കെ എത്തിച്ച്, അതിനുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ചായിരുന്നു ഈ കൃഷി രീതി എന്നുള്ളതാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിതിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് ചെടികളുടെ തൈയും അതുപോലെ തന്നെ വിത്തുകളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേക ഉപകരണങ്ങളും, ഇത് നടുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് നമ്മൾ അറിയുന്നത്. മാത്രമല്ല 4 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടികളാണ്, 5 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. അത്രയും ദിവസം ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും കണ്ണുവെട്ടിച്ച് ഈ കൃഷി നടത്താൻ ജതിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു പ്രത്യേക രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ എക്സൈസ് CI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട്ടിലേക്ക്, കുമാരപുരത്തെ ഈ വീട്ടിലേക്ക് എത്തി ഈ ഒരു പരിശോധന നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല പരിശോധനയ്ക്ക് എത്തുമ്പോൾ തന്നെ ജിതിനായിരുന്നു ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഈ കഞ്ചാവിന് സമീപത്തായി തന്നെ ജിതിൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാക്കി 2 പേർ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഈ ജതിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാജസ്ഥാൻ സ്വദേശിയാണ്, 27 വയസ്സ് മാത്രമാണ് ഉള്ളത്. ബാക്കി 2 പേർക്കും ഇതുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഇതിലും എക്സൈസ് സംഘം ഇവിടെ നിന്ന് ജിതിനെ അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. അഷിൻ പറഞ്ഞതുപോലെ നല്ലവനായ ഉണ്ണി എന്നൊരു കഥാപാത്രത്തെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അങ്ങനെ രാജസ്ഥാനിലെ നല്ലവനായ ഉണ്ണി ആയിരുന്നിരിക്കണം ഒരുപക്ഷെ ജിതിൻ. ടെറസിൽ എന്ത് കരുതലോടുകൂടിയാണ് ആ കഞ്ചാവ് ചെടികളെ പരിപാലിച്ചത് എന്നുള്ളതാണ്. എന്തായാലും കസ്റ്റഡിയിലായിരിക്കുന്നു ജിതിൻ. വകുപ്പ് തല നടപടി ഉണ്ടാവും. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ